ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ ഏലീശായോട് ഏലിയാവ് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഏലിയാവ് അവനോട്, ഏലീശായെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഓരോ സ്ഥലങ്ങളിലേക്ക്, ആദ്യം ബേഥേലിലേക്ക് പോകുന്നു, യെരിഹോവിലേക്ക് പോകുന്നു, ഒടുവിൽ യോർദാനിലേക്ക് പോകുന്നു. ഈ 3 സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും കൂടെ നടക്കുന്ന ഏലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, ദൈവം എന്നെ അവിടേക്ക് അയക്കുന്നു. അപ്പോൾ ഏലീശയുടെ മറുപടിയാണ്, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ബഥേലിലും യെരിഹോവിലും യോർദാനിലും ഒക്കെ പ്രവാചക ശിഷ്യന്മാരുണ്ട്. എലീശായെ പോലെ ഏലിയാവിനെ അറിയാവുന്ന പ്രവാചക ശിഷ്യന്മാരുണ്ട്. പക്ഷെ അവരാരും ഏലിയാവിന്റെ പിന്നാലെ ഇതുപോലെ കൂടുന്നില്ല. അവർക്കെല്ലാവർക്കും ഏലിയാവ് പോകുന്ന സാഹചര്യങ്ങളും ഏലിയാവ് അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു ഒക്കെ അറിയാം. പക്ഷേ ഏലിയാവിന്റെ പിന്നാലെ അവർ കൂടുന്നില്ല. പക്ഷെ ഏലീശ പറയുന്നുണ്ട്, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. യോർദാനിലെത്തുമ്പോൾ അക്കരെ കടന്ന് 2 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏലിയാവ് എലീശയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ നിനക്ക് എന്തോ ചെയ്തു തരണം. ഈ ഒരൊറ്റ സമയത്തിന് വേണ്ടിയിട്ടാണ് ഏലീശ പിന്നാലെ നടക്കുന്നത്. അവിടെ ഏലീശ പറയുന്നുണ്ട്, നിന്നിലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടി അഭിഷേകം എന്നിലേക്ക് വരണം. പ്രിയരെ, ഒരു ലക്ഷ്യം മുൻപിൽ വെച്ച് ഒരു ദൈവഭൃത്യൻ നടക്കുന്നത്, വഴിയിൽ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് അവിടെ താമസിക്കാൻ, മറ്റു പ്രവാചക ശിഷ്യന്മാർ ഇരുന്നത് പോലെ അവിടെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി എലീശയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ആഗ്രഹം, അഭിഷേകത്തിൻ്റെ ഇരട്ടി പ്രാപിക്കണം എന്ന ലക്ഷ്യത്തോടെ ആ യോർദാനിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിന്നിലുള്ളതിൻ്റെ ഇരട്ടി എനിക്ക് വേണം. സാഹചര്യങ്ങളൊന്നും വകവയ്ക്കാതെ ലക്ഷ്യബോധത്തോടെ സഞ്ചരിച്ച ഏലീശ അവിടെ ഇരട്ടി അഭിഷേകം പ്രാപിച്ച് ആ യോർദാനെ ആ പുതപ്പ് 4 മടക്കി അടിച്ച് ഇക്കരെ കയറിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു യാത്രയാണ് നമ്മളൊക്കെ. ഏലീശ ദൈവദാസന്റെ പിന്നാലെ നടക്കുന്നു, നമ്മളും ഇതുപോലെ ഓരോരോ സാഹചര്യങ്ങളിൽ യാത്രയാണ്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ അവനൊരു ലക്ഷ്യം ഉണ്ടാകും. അവൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ പ്രതി ഒരു ലക്ഷ്യബോധം ഉണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് ഏലീശ എത്തി താൻ ആഗ്രഹിച്ചത് പ്രാപിച്ചതുപോലെ പ്രിയരെ, നമുക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ലക്ഷ്യത്തോടു കൂടി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.